ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ മാഷാ അല്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിസി വ്ളോഗാണ് കേട്ടോ. മോന് സ്കൂളിലെ ദിവസവും പിന്നെ നമ്മളെ വീട്ടിലത്തെ കുറച്ച് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാം ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ടും നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ കടലക്കറിക്കുള്ള തേങ്ങ അരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെ എല്ലാവരും നനച്ചുള്ളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടോ. നമ്മളിത് തുടങ്ങിയിട്ടില്ല, ഇൻഷാ അല്ലാ തുടങ്ങണം. എൻ്റെ വീഡിയോ ക്ലീനിങ്ങിനുള്ള ടിപ്സും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അത് പുട്ടുക്കുള്ള കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരച്ച് ഒഴിക്കണതിൻ്റെ മുമ്പായിട്ട് ഞാനതിൽ നിന്ന് കുറച്ച് കടലെടുത്ത് മാറ്റി വെക്കും. ആദ്യമൊക്കെ സ്കൂളിലേക്കുള്ള കൂട്ടാൻ ഇതാണെന്ന് ആക്കാമെന്ന് കരുതി. ഓന് ഈ പച്ചക്കറികളൊന്നും അധികം കഴിക്കില്ല. പയർ, ക്യാരറ്റ് ഉപ്പേരി അങ്ങനത്തെ ഒന്നും സ്കൂൾക്ക് കൊടുത്തയച്ചാൽ കഴിക്കില്ല. വീട്ടിൽ നിന്ന് ഞാൻ ചോറിലൊക്കെ കൂട്ടി കൊടുത്തിട്ട് അങ്ങനെ തീറ്റിക്കലാണ്. സ്കൂൾക്ക് കൊടുത്തയച്ചാൽ അത് കൊണ്ടുപോയി കളയുക ചെയ്യുക. അപ്പോൾ പിന്നെ സ്കൂൾക്ക് അവന് ഇഷ്ടമുള്ള കൂട്ടാൻ തന്നെ ഞാൻ കൊടുത്തേക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് അത് കുറച്ച് എണ്ണയിലിട്ടിട്ട് വറുത്തിട്ട് ഇന്ന് സ്കൂൾക്ക് കൂട്ടാനായിട്ട് കൊടുക്കാമെന്ന് കരുതി. ബാക്കി ഇതാ ഞാൻ തേങ്ങയൊക്കെ അരച്ച് തൂമിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പുട്ട് ചുട്ടെടുക്കണം. ആദ്യം തന്നെ ഞാൻ കറിയാണ് റെഡിയാക്കി എടുത്തത്. നനച്ചുള്ളിയൊന്നും സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ കുറച്ച് നമ്മൾ സാധാരണ എണീക്കുന്നതിനെക്കാട്ടിലും കുറച്ച് നേരത്തെ എണീക്കുക. എന്നിട്ട് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുക. പിന്നെ മക്കളെ പറഞ്ഞേക്കാണെങ്കിൽ അവർക്കുള്ള സ്നാക്സ് ഫുഡ് ഒക്കെ റെഡിയാക്കി വെക്കുക. പിന്നെ നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡും പെട്ടെന്ന് തന്നെ റെഡിയാക്കുക. ഒരു 9 മണിയാകുമ്പോൾ തന്നെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞേക്കാനുള്ളതും പിന്നെ നമുക്ക് ഉച്ചക്ക് ലഞ്ചിനുള്ളതും എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെക്കുക. പിന്നെ വേണം നമ്മൾ ക്ലീനിങ്ങിന് ഇറങ്ങാൻ. കാരണം നമ്മളിതൊന്നും ചെയ്യാതെ രാവിലെ തന്നെ ചിലവർ കരുതുമല്ലോ നമുക്ക് ആദ്യം ക്ലീനിങ് കഴിഞ്ഞിട്ട് രാവിലെ ആകുമ്പോൾ അധികം ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രാവിലത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാമെന്ന് കരുതി നിൽക്കണവരുണ്ടാവും. പക്ഷേ ആ ക്ലീനിങ് കണ്ട് കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്കൊന്ന് കിടന്നാൽ മതി എന്നാവും. അപ്പോൾ ആദ്യം തന്നെ ആ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് കിടന്നുറങ്ങി നമുക്ക് പെട്ടെന്ന് തീർക്കാം നമ്മളെ ജോലിയൊക്കെ. അതുപോലെ തന്നെ എല്ലാം പാടെ ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് തീർക്കണം എന്ന് കരുതി ഒരിക്കലും നമ്മൾ ജോലിക്ക് ഇറങ്ങരുത്. എല്ലാ ദിവസവും കുറച്ച് നോമ്പിൻ്റെ കുറച്ച് മുമ്പായിട്ട് തുടങ്ങാം, നോമ്പ് പണിയൊക്കെ ആയിട്ട്. എന്നിട്ട് എല്ലാ ദിവസവും കുറേശ്ശെ ഒരു ഉച്ച സമയം വരെ എടുക്കാൻ മാത്രമുള്ള പണി നമ്മൾ അന്ന് എടുക്കാൻ പാടുള്ളൂ. പക്ഷേ നമ്മൾ വൈകുന്നേരം വരെ നോമ്പ് പണി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്താൽ പിന്നെ നമ്മൾ ആകെ ടയേർഡാവും. രാത്രി ആകുമ്പോഴത്തേന് നമുക്ക് ഒന്നിനും വയ്ക്കില്ല. അപ്പോൾ ഉച്ച വരെയുള്ള നോമ്പ് പണി മാത്രം നമ്മൾ എടുക്കുക. അങ്ങനെ ശ്രദ്ധിച്ചാൽ നമ്മളെ ആരോഗ്യത്തിനും നല്ലതാണ്. നമ്മളെ വീടും വൃത്തിയാവും. നമുക്ക് ആരോഗ്യം ഉണ്ടായാലല്ലേ നമ്മളെ വീട് എന്നും വൃത്തിയായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ എന്നും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്ന് നമ്മളെ ജോലിക്കട നടക്കുന്നുണ്ട്. പുട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമുള്ള ഞാൻ പറഞ്ഞല്ലോ കടല വറുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. പുട്ട് ചുട്ടെടുക്കണേൽ ചോറും ഞാനവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോറും ഇതിൻ്റെ ഇടയിലൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയെടുക്കുന്നുണ്ട്.
അപ്പോൾ നനച്ചുള്ളി അല്ലേ നമ്മൾ പറഞ്ഞു തന്നത്. നനച്ചുള്ളി തുടങ്ങിയാലുണ്ട്, ചിലർ മേറാജ് കഴിഞ്ഞ ഉടനെ തുടങ്ങിയിട്ടുണ്ട്, ചിലർ ബറാത്ത് കഴിയാൻ നിൽക്കണം തുടങ്ങാൻ. ഞാൻ രണ്ടിനും നടുവിലാണ് കേട്ടോ. മേറാജും കഴിഞ്ഞു, ബറാത്തിൻ്റെ മുമ്പായിട്ടാണ് ഞാൻ തുടങ്ങാൻ നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ തുടങ്ങിയാലും നമ്മൾ നോമ്പാകുമ്പോഴത്തേന് നന്നായി പൊടി എടുക്കും. ഇപ്പോൾ പൊടി മഴയൊന്നുമില്ലല്ലോ, പൊടി പാറുന്ന സീസണല്ലേ. അപ്പോൾ ഇപ്പോൾ നന്നായി ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ട് നോമ്പിൻ്റെ 2 ദിവസം മുമ്പ് നമുക്ക് എല്ലായിടത്തും ഒന്ന് കൈയെത്തിച്ചാൽ അധികം വൃത്തിയായിട്ടും പൊടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ, ഞാൻ അടുക്കളയിൽ കുക്കിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ സമയം നോക്കിയപ്പോൾ അതിനെ വിളിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ കിച്ചണിൽ നിന്ന് പോന്നിട്ട് അതിനെ വിളിക്കുകയാണ്. പിന്നെ ഓനക്ക് ഇട്ട് പോകാനുള്ള യൂണിഫോം, സ്കൂളിലുള്ള ബുക്സൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ചില ദിവസം തലേന്ന് രാത്രി തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കലുണ്ട്. ഇതിൻ്റെ തലേ ദിവസം എന്തോ ഒഴിവില്ലാഞ്ഞിട്ടോ എന്തെന്ന് അറിയില്ല, ക്ഷീണം കൊണ്ടോ എന്താ അറിയില്ല, അന്ന് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ അവനെ വിളിക്കുന്ന ഇടയിൽ അവനെ യൂണിഫോമും ബുക്സും ഒക്കെ റെഡിയാക്കി എടുത്ത് വെക്കുകയാണ്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അവന് കൊണ്ടുപോകാനുള്ള വെള്ളം, പിന്നെന്താ കൂട്ടാൻ, അതേപോലെ സ്നാക്സ് അതൊക്കെ എടുത്ത് വെക്കുകയാണ്. സ്നാക്സിന് ഞാൻ ബേക്കറി ഐറ്റംസ് അധികം കൊടുക്കലില്ല. അധികം ഞാൻ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നമ്മൾ പഴം ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ പഴം നുറുക്കിയിട്ടിട്ടോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കൽ. ബേക്കറി ഐറ്റംസ് ഒന്നും വീട്ടിലില്ലെങ്കിൽ മാത്രം ഞാൻ വിടലുള്ളൂ. ബേക്കറി ഐറ്റംസ് കൊടുത്താൽ അവരെ ഇഷ്ടത്തിനകത്ത് കഴിക്കും, പക്ഷേ അത് അവർക്ക് വിശപ്പ് മാറാനോ ഒന്നും ആവില്ലല്ലോ. കുറച്ച് കനത്തിൽ തന്നെ കൊടുത്താൽ അവരുടെ വിശപ്പും മാറും. സ്നാക്സൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സ്നാക്സ് കൊടുത്താൽ അവർ നന്നായി കഴിക്കും. ആദ്യം ഫുഡ് തന്നെ കഴിക്കൂല സ്കൂളിൽ നിന്നൊന്നും. അപ്പോൾ പിന്നെ ഞാൻ സ്നാക്സൊക്കെ കുറച്ച് കനത്തിൽ തന്നെ കൊടുക്കലുണ്ട്. പിന്നെന്താ, അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അതിനെ എണീപ്പിച്ച് ബാത്റൂമിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. രാവിലെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഞാൻ ബാത്റൂമിൽ പോക്കൊക്കെ കഴിക്കലുണ്ട് കേട്ടോ. കാരണം സ്കൂളിൽ പോയി പിന്നെ കുട്ടികൾക്ക് ബാത്റൂമിൽ പോകാണ്ടായ ബുദ്ധിമുട്ടല്ലേ. ഇവർ ചെറിയ കുട്ടികളുമാണ്, പിന്നെ ടീച്ചേഴ്സിനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ എന്നും ഞാൻ അവനെ ബാത്റൂമിലേക്ക് പറഞ്ഞേക്കലുണ്ട്. ഇപ്പോൾ ശീലമായിട്ടുണ്ട്. അപ്പോൾ ആ സമയം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ബെഡൊക്കെ ഒന്ന് വിരിച്ച് ക്ലീൻ ആക്കിയിടുകയാണ്. അങ്ങനെ അതിൻ്റെ ഫ്രഷ് ആവലും പോകാൻ നേരത്തെ ഞാൻ കുറച്ച് കഞ്ഞി കൊടുക്കലുണ്ട്. അതും കുടിച്ച് അവനത് സ്കൂളിൽ പറഞ്ഞേക്കാൻ ബസ്സിൻ്റെ അടുത്ത് കൊണ്ടുവിടാൻ പോയി. പിന്നെന്താ, അവനെ ബസ്സിൽ കൊണ്ടുവിട്ടിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെയാണ് ഞാൻ ചായ കുടിക്കാതിരിക്കണത്. കാരണം രാവിലെ സ്കൂളിലെ ദിവസം എന്നും ഭയങ്കര തിരക്കായിരിക്കും. അവന് സ്നാക്സ് ഉണ്ടാക്കാനും ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ അവനോട് പറഞ്ഞയച്ച് വന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ അവനെ കൊണ്ടുവിട്ടിട്ട് ഞാൻ ഫ്രീ ആയിട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് മഞ്ഞൾ ചിക്കാനുണ്ടായിരുന്നു. നമുക്ക് നോമ്പൊക്കെ വരില്ലേ, അപ്പോൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മഞ്ഞളൊക്കെ ചിക്കാനുണ്ടായിരുന്നു, വെയിലത്തിടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് വെക്കുകയാണ്. അങ്ങനെ വെയിലത്ത് ഉള്ളതൊക്കെ വെയിലത്ത് കൊണ്ടുപോയിട്ടിട്ട് പിന്നെ താഴെ വന്നു. പിന്നെ ഇക്കാൻ്റെ അടുത്തേക്ക് ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് നമ്മൾ ബീഫും കുറച്ച് പുളിഞ്ചിയും, ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിഞ്ചി, അപ്പോൾ കുറച്ച് പുളിഞ്ചിയും ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ ഒക്കെ ചൂടാറി. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ്. പുളിഞ്ചൊക്കെ കുപ്പിയിലാക്കിയിട്ട് ഇറച്ചി ഒരു പാക്കിലാക്കിയിട്ട് എല്ലാം പാക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം
പ്രവാസികൾക്കൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഇക്കാക്ക് അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാ പ്രവാസികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും സാധിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കോ ഉപ്പമാരുടെ അടുത്തേക്കോ മറ്റു ബ്രദേഴ്സിൻ്റെ അടുത്തേക്കോ ആരുടെയെങ്കിലും അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുത്തയക്കാൻ പറയണേ, നമ്മളൊന്നും ആലോചിക്കാതെ എന്തായാലും നമ്മൾ കൊടുത്തയക്കണം. കാരണം അത് അവർക്ക് എത്രയോ വലിയൊരു ആഗ്രഹമായിരിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ഇതൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്. അതൊക്കെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പുറത്തൊക്കെ കൊടുത്തേക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവം കേട്ടോ ഇത്. ഈ ഒരു ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയെടുക്കുന്ന സംഭവം ഞാൻ നല്ല ബലത്തിൽ നല്ല ടൈറ്റിൽ ആ റോള് കഴിയണ വരെയും ഞാനത് ചുറ്റിയെടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അതങ്ങനെ ചുറ്റിയെടുക്കുന്ന സംഭവം. അങ്ങനെ എന്താ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നിക്കാൻ്റെ അനിയനത് അവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. അടിച്ചു വാരണം, ഇന്ന് തുടക്കണ ദിവസമാണ്, അപ്പോൾ തുടച്ചെടുക്കും വേണം. അപ്പോൾ അകൊക്കെ ഒന്ന് അടിച്ചു വാരി റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനത്തെ ഇക്കാൻ്റെ അനിയന് അവർക്കുള്ള ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കാൻ പോയിട്ടുണ്ട്. ഇനി ഞാൻ അകടിച്ചേരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അകൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഒന്നരാടം ദിവസമാണ് ഞാൻ അകം തുടച്ചെടുക്കൽ. അപ്പോൾ ഇന്ന് തുടക്കണ ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ തുടച്ചെടുക്കുകയാണ്. പിന്നെ അധികം ജോലിയൊന്നുമില്ല. അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് നമ്മളതിനെ സെൽഫിനൊന്ന് ഇഷ്ടപ്പെടണ്ടേ. അപ്പോൾ ഞാനൊന്ന് മേക്കപ്പ് ഒന്നും അധികം ചെയ്യില്ല, എന്നാലും മോയ്സ്ചറൈസിങ്ങും കുറച്ച് ലിപ് ബാമും ഒക്കെ ഇട്ടിട്ട് നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം, ഇടണ രീതിയിലൊന്ന് അണിഞ്ഞൊരുങ്ങണം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുക്കും. ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനുണ്ടാവും. എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടൊക്കെ കേട്ടിരിക്കും. പിന്നെ എന്താ ഒരു 4:45 5 മണി ആയ ടൈമിൽ ആദ്യം സ്കൂളിട്ട് വരും. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവന് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ കൈയും കാലൊക്കെ കഴുകി ഞാൻ അവന് സ്നാക്സോ ചായ എന്താ വെച്ചാൽ കൊടുക്കും. അന്ന് ഞാൻ പഴം ചായയാണ് കൊടുക്കുന്നത്. കുളിക്കാനൊന്നും അപ്പോൾ സമയം ഉണ്ടാവില്ല, അവന് ഭയങ്കര വിശപ്പായിരിക്കും. പിന്നെ ഞാനും കരുതും കൈയും കാലൊക്കെ ഒന്ന് കഴുകി പിന്നെ കുറച്ച് സമയം ഒന്ന് പുറത്ത് കളിച്ചോട്ടെ എന്നൊക്കെ കരുതും. പിന്നെ നമ്മൾ രാവിലെ ചിക്കിയ മഞ്ഞളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് വാരിയെടുക്കുകയാണ്. പിന്നെന്താ, പിന്നെ അധികം പണിയൊന്നുമില്ലല്ലോ. വൈകുന്നേരം ആയാലും പിന്നെ മഗ്‌രിബ് കൊടുത്തു അവനെ കുളിച്ച് അകത്ത് കയറ്റി പിന്നെ വായന, ഓത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ തന്നെ. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമില്ല, ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.